ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഓണം പരീക്ഷ അടുത്ത് വരികയാണ്. അപ്പം നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ എസ്പെഷ്യലി സുവോളജി പാർട്ടിൽ നിന്നും ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3 ചാപ്റ്ററുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് അനിമൽ കിങ്ഡം. ഇതിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ ബോട്ടണിയുടെ ഭാഗമായിട്ടായിരിക്കും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ പോലും നമ്മൾ സുവോളജിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം 3 ചാപ്റ്റേഴ്സിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും, ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ട്രൈ ടു ഹാവ് ഫുൾ മാർക്സ്. അപ്പം നമ്മൾ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ബോർഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം അവിടെ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ. അപ്പം അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് സയന്റിഫിക് നെയിം വിത്ത് 2 components is called. What will call naming an organism with 2 components? 2 components എന്ന് പറയുമ്പോൾ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. അതിനെ നമ്മൾ വിളിക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ്. അപ്പോൾ ആ വേർഡ് മീനിങ് എടുത്തേ. ബൈ മീൻസ് 2. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഒരു ഓർഗാനിസത്തിനെ 2 പേരിട്ട് വിളിക്കാം, ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇവിടെ ICBN, ICZN അങ്ങനെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോമൻക്ലേച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ICBN എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറും ICZN എന്ന് പറയുന്നത് എന്താ, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഇപ്പോൾ ഒരു പ്ലാന്റിനെ പേരിടാനായിട്ട്, സയന്റിഫിക് നെയിം ഇടാനായിട്ട്, ബൈനോമിയൽ നെയിം ഇടാനായിട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ICBN. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്ലാന്റിനെ നമ്മൾ സയന്റിഫിക് നെയിം ഇടുക. ഇനി അത് എനിമൽ ആണെങ്കിൽ നമ്മൾ ICZN എന്ന് പറയുന്ന കോഡിനാണ് തപ്പേണ്ടത്. അവിടെയാണ് ഒരു പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന എനിമലിന് പേരിടാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്. അപ്പോൾ ബൊട്ടാണിക്കൽ ആൻഡ് സുവോളജിക്കൽ, ആ 2 കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റൂൾ, ഇത് നമ്മുടെ ഹൈറാർക്കിയാണ്. ടാക്സോണമി ഹൈറാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, വിച്ച് എമംഗ് ദി ഫോളോയിങ് റിപ്രസെന്റ്സ് ദി കറക്റ്റ് സീക്വൻസ്. അപ്പൊ ശരിക്കുള്ള ഹൈറാർക്കി ഏതാണെന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യത്തെ നോക്കുക, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഫാമിലി, ഓർഡർ, ജീനസ് ആൻഡ് സ്പീഷീസ്. അപ്പൊ ഇവിടെ ഫൈലം വന്നതുകൊണ്ട് തന്നെ എനിമൽ ആണ്, എനിമലിന്റെ ഹൈറാർക്കി ആണെന്ന് ഓർക്കുക. അല്ലെങ്കിൽ പ്ലാന്റ്സിനാണെങ്കിൽ അത് ഡിവിഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് ആദ്യത്തെ നോക്കുക, കിങ്ഡം, ദെൻ ഫൈലം, ദെൻ ക്ലാസ്, ഫാമിലി, ഓർഡർ, ജീനസ്, സ്പീഷീസ്. അപ്പൊ ആദ്യത്തെ തെറ്റാണ്, കാരണം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വരേണ്ടത് ഓർഡർ ആണ്. ഓർഡറിന് ശേഷമാണ് ഫാമിലി വരുന്നത്. അപ്പോൾ ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ ഈസ് റോങ്. സെക്കൻഡ് വൺ യു ടേക്ക് ഫൈലം, ക്ലാസ്, കിങ്ഡം. തെറ്റി. കിങ്ഡം ആണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം വായിക്കുമ്പോൾ തന്നെ അത് തെറ്റാണോ ശരിയാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അത് നമ്മൾ ഓക്കെ ആണ് അല്ലേ, കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള ടാക്സോണമി ഹൈറാർക്കിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ സി. ഈ ലാസ്റ്റ് വണ്ണും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഫാമിലി, ജീനസ്. ഇവിടെ ആകെ തെറ്റായിട്ട് കിടക്കാണ് അവസാനത്തോട്ട് വരുന്നതോർ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, a student conceived the rules of nomenclature as follows. If you find any mistake in the underlined portions, correct them with appropriate words. അപ്പം നമ്മൾ ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ആദ്യത്തെ, the first word in a biological name represents species. അത് തെറ്റാണ്, റൈറ്റ്, ജീനസ് ആയിരിക്കണം. ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ അത് ജീനസ് നെയിം ആണ്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. സ്പീഷീസിന്റെ ആണെങ്കിൽ അത് സ്മോൾ ലെറ്റർ ആണ്. അപ്പം ആദ്യത്തെ തെറ്റി. രണ്ടാമത്തത്, ദ സെക്കൻഡ് വേർഡ് റിപ്രസെന്റ് ജീനസ്. അത് തെറ്റാണ്, സ്പീഷീസ് ആണ് വരേണ്ടത്. ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. സ്പീഷീസ് ആണെങ്കിൽ അത് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, observe the relationship between the first pair and fill up the blanks using appropriate terms. ആദ്യത്തെ കരോലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. കരോലസ് ലിനേയസ് അദ്ദേഹമാണ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഓക്കെയാണ്. ആർച്ച് വിറ്റാക്കറിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഈ റിലേഷൻഷിപ്പ് കരോലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ഫില്ല് ചെയ്യണം. അപ്പൊ ആർച്ച് വിറ്റാക്കറാണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കിയേ, തെർമോ ആസിഡോഫൈൽസ്
അവരെവിടെയാ സർവൈവ് ചെയ്യുന്നത്? എക്സ്ട്രീം ഹീറ്റിൽ അല്ലെ, ഹോട്ട് സ്പ്രിങ്സിൽ, ചൂട് കൂടിയിട്ടുള്ള ഹാബിറ്റാറ്റിലാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാലോഫൈൽസിന് എവിടെയാണ് കാണാം? ഷോർ ഇറ്റ് ഈസ് എക്സ്ട്രീംലി സോൾട്ടി ഏരിയാസ്, റൈറ്റ്? ഹൈപ്പർസലൈൻ ലഗൂൺ അല്ലെങ്കിൽ സോൾട്ടി വാട്ടറിലാണ് അവരെ കാണാം. നമ്മളവിടെ സോൾട്ടി വാട്ടർ, എക്സ്ട്രീംലി സോൾട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം സോൾട്ടി വാട്ടറിലാണ് നമ്മൾ അവരെ കാണാം. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഹൈപ്പർ സലൈൻ ലഗൂൺ എന്നൊക്കെ എഴുതാം നമുക്ക്. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു സൈനോ ബാക്ടീരിയ. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ സൈനോ ബാക്ടീരിയയ്ക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, സൈനോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. സയാനോ, ബ്ലൂ കളർ, ഇപ്പൊ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഫോട്ടോസിന്തറ്റിക് മെഷീനറി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ, അത് ആ സൈനോ ബാക്ടീരിയയുടെ താഴെ കാണാനായിട്ട് പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രസൻസ് ഓഫ് പ്രൊമിനന്റ് ന്യൂക്ലിയസ്, ഒരു സാധ്യതയും ഇല്ല, കാരണം ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ട് ആണ്. ന്യൂക്ലിയസ്, ട്രൂ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രൊമിനന്റ് ന്യൂക്ലിയസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് എ സെൽ വോൾ, അത് തെറ്റാണ്. സൈനോ ബാക്ടീരിയയിൽ സെൽ വോൾ ഉണ്ട്, മൈക്കോപ്ലാസ്മയിലാണ് അത് ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഓഫ് കോഴ്സ് ബോക്സ്. ഇറ്റ് ഫോംസ് ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. അടുത്തത്, ദ ക്ലാസ് ഓഫ് ഫംഗൈ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ. അതിന്റെ ആൻസർ ഡ്യൂട്ടിറോമൈസീറ്റസ് ആണ്. ഓക്കെ, ക്യാറ്റ് ഓപ്ഷൻ ആണ്. ഡ്യൂട്ടിറോമൈസീറ്റസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആണ്. അവരുടെ സെക്ഷൽ സ്പോർട്സിനെ കുറിച്ചോ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചോ ഒരു ധാരണയുമില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഭാവിയിൽ കണ്ടെത്തിയേക്കാം, ആ സമയത്ത് നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പം അതുവരെ നമ്മൾ ടെമ്പററി ആയിട്ട് ഡ്യൂട്ടിറോമൈസീറ്റസിന്റെ താഴെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ സെക്ഷൽ സ്പോർട്സിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് സെക്ഷൽ സ്പോർട്സ് ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കില്ല. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, read the following statements and select the correct statements from the given choices. അതിൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദി ഗട്ട്സ് ഓഫ് റൂമിനന്റ് ആനിമൽസ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. മെത്തനോജൻ, ആ വേർഡ് മീനിങ് എടുത്തേ, ഓജൻ എന്ന് പറഞ്ഞ സഫിക്സിന്റെ അർത്ഥം എന്താ? ദ വൺ ഹൂ ജനറേറ്റ് സംതിങ്. അപ്പൊ മെത്തനോജൻ എന്ന് പറഞ്ഞ എന്താ? ദ വൺ ഹൂ ജനറേറ്റ്സ് മീഥേൻ ഗ്യാസ്. നമ്മൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയനെ ബോഗി ഏരിയാസിൽ, ചതുപ്പ് നിലങ്ങളിൽ കാണാം. ദേ ആർ ദർ ഇൻ ദി എലിമെന്ററി കനാൽ ഓഫ് റൂമിനൻസ്, കൗ പോലുള്ള മെമ്പേഴ്സിന്റെ അകത്ത് കാണാം. അപ്പൊ അത് കറക്റ്റാ. മൈക്കോപ്ലാസ്മ ഹാസ് ഡിസ്റ്റിങ് സെൽ വോൾ. ഓക്കെ, മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല, നമ്മൾ അത് മുൻപ് സൂചിപ്പിച്ചതാണ്. മേ ബി ദിസ് ഈസ് എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് യു ബാക്ടീരിയ ദ ഹാവിൻ ഗോട്ട് വേർഡ് സെൽ വോൾ. ഇപ്പൊ സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ആന്റിബയോട്ടിക്സും വർക്ക് ചെയ്യില്ല, അതിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി വൈറോയിഡ്സ് ആർ ഇൻഫെക്ച്വസ് നേക്കഡ് DNA മോളിക്യൂൾസ് ദാറ്റ് ഈസ് റോങ്. ഓക്കെ, വൈറോയിഡ്സ് ആർ RNA മോളിക്യൂൾസ്. ഓക്കെ, ലോ മോളിക്യുലാർ വെയിറ്റ് RNA ആണ് വൈറോയിഡ്സ്, DNA അല്ല, അപ്പൊ അത് തെറ്റി. ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഈസ് നോൺ ആസ് ഫൈക്കോബയോണ്ട് ഈസ് ട്രൂ. ഫൈക്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ആൽഗെ എന്നാണ്. ഫൈക്കോബയോൺ, ഫൈക്കോളജി, റോഡോഫൈസിയെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഫൈക്കോ മീൻസ് ഇൻ കണക്ഷൻ വിത്ത് ആൽഗെ വി വിൽ യൂസ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാ, നടുക്ക് വരുന്ന 2ഉം 3ഉം തെറ്റാണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം 1 and 4 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഓഫ് കോഴ്സ് ബോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നമ്മളുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പം എന്താ, അവിടെ ഹെട്രോസിസ്റ്റ് ഉണ്ട്, മ്യൂസിലേജിനസ് ഷീത്ത് ഉണ്ട്, പാനബീനോയോ നോസ്റ്റോക്കോ അതുപോലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നോസ്റ്റോക്ക് ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പം വിൽ ടേക്ക് ഇറ്റ് ആസ് നോസ്റ്റോക്ക്. ഇവിടെ കാണുന്ന ഹെട്രോസിസ്റ്റിന്റെ അകത്താണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കണേ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. Characteristic features of a protist are given below. Identify the group of protists. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും ഏത് ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടിസ്റ്റിയാണ് അവരെന്ന് കണ്ടെത്തുക. ഇപ്പൊ സാപ്രോഫൈറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്സോമൈസീറ്റസ് അല്ലെങ്കിൽ നമ്മുടെ സ്ലൈമോൾസിന്റെ പിന്നാലെയായിരിക്കും നമ്മൾ പോവുക. Then under suitable condition they form an aggregation called plasmodium. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും they are nothing but slime moles. സ്ലൈം മോൾസിനെ കുറിച്ചിട്ടാണ് പറയാ. അപ്പം ഉറപ്പായിട്ട് അവിടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ദേ ഫോം പ്ലാസ്മോഡിയം, ഒരു അഗ്രിഗേഷൻ ആണ്. ദെൻ അൺഫേവറബിൾ കണ്ടീഷനിലാണ് സ്പോർ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കും. ഇവിടെ ഒരു മെമ്പർ ഉണ്ട്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, നെയിം ദ ഓർഗാനിസം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇമേജ് വരുന്നുണ്ട്. ഇവിടെ 2 ഫ്ലജലെ കാണാനുണ്ട്.
വൺ ഈസ് ലോങ്കർ ദാൻ ദി അതർ. ഓക്കെ, അതുപോലെ ഫോട്ടോസിന്തറ്റിക് മെഷീനറി കാണാം, ആ ഷേപ്പ് നോക്കുക. ഷോർ ദി ആർ യൂഗ്ലിനോയിഡ്സ്, റൈറ്റ്? യൂഗ്ലിനയുടെ ഇമേജ് ആണ്, അല്ലെങ്കിൽ യൂഗ്ലിനോയിഡ്സിന്റെ ഇമേജ് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലജല വെച്ച് വേണമെങ്കിൽ നമുക്കത് ഗസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന എല്ലാ ഇമേജുകളും നിങ്ങൾ നോക്കി പോവുക, ലേബലിങ്ങും പഠിക്കുക. Which of these organisms cause mad cow disease in cattle? അപ്പം ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് പുതിയതായിട്ട് പ്രയോണിനെ ബേസ് ചെയ്ത് ന്യൂ എഡിഷൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രയോൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മാഡ് കൗ അല്ലെങ്കിൽ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ BSc. അത് രണ്ടും ഒന്നാണ്. അത് ഉണ്ടാക്കുന്നത് പ്രയോൺസ് ആണ്. പ്രയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ച്വസ് പ്രോട്ടീൻസ് ആണ്. ഇൻഫെക്ച്വസ് പ്രോട്ടീൻസ്, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. ദ മേക്ക് സം ഡാമേജ് ഇൻ ന്യൂറോൺസ്. നമ്മുടെ ബ്രെയിനിലൊക്കെ വന്ന് അടിഞ്ഞുകൂടി നമ്മുടെ മെമ്മറിനെയും ബോഡി മൂവ്മെന്റ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസിനെ ഡിസ്ട്രോയ് ചെയ്യുക. ദെയർ ബൈ മെമ്മറി ലോസ് പ്ലസ് ആർ ബോഡി മൂവ്മെന്റ്സ് വി കാൺ കോർഡിനേറ്റ്. ഇതൊക്കെ കൂടി ചേരുന്നതാണ് നമ്മുടെ പ്രയോൺ ബേസ്ഡ് ഡിസീസസ്. അപ്പം അതിനകത്ത് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുമ്പം കാറ്റിൽ വരുന്നതാണ്. അപ്പം ഇനി പ്രയോൺ ആണ് ആൻസർ, കാറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. റൈറ്റ് ദി നെയിം ആൻഡ് ഷേപ്പ് ഓഫ് ഈച്ച് ഓഫ് ദം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഷേപ്പിനെ വെച്ച് നോക്കുമ്പം 4 ആയിട്ടാണ് കാണുക. റൗണ്ട് ഷേപ്പ്, ഓക്കെ, സ്പിരിക്കൽ ഷേപ്ഡ് കോക്കൈ, സ്ട്രെപ്റ്റോകോക്കസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ആ ഇമേജ് ഒക്കെ നിങ്ങൾ നോക്കി പോവുക. റൗണ്ട് ഷേപ്ഡ് ഓർ സ്പിരിക്കൽ ഷേപ്ഡ് കോക്കൈ. റോഡ് ഷേപ്ഡ് ബാസിലൈ, ലാക്ടോബാസിലൈസ്. ഓക്കെ, ലാക്ടോബാസിലൈ എന്ന് കേട്ടിട്ടുണ്ടാവും. ബാസിലസ് തുരിഞ്ചൻസിസ് എന്ന് കേട്ടിട്ടുണ്ടാവും. കോമ ഷേപ്ഡ് വിബ്രിയോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കോളറ എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷന്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ കേട്ടു, വിബ്രിയോ കോളറെ. ദെൻ റിബൺ ഷേപ്ഡ് അറ്റ് ദ സെയിം ടൈം സ്പൈറലി അറേഞ്ച്. ഓക്കെ, സ്പൈറിലം വി ഹാവ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. 4 ഇമേജും ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, നിങ്ങൾ നോക്കി പോവാം. ഇനി ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. അപ്പം 4 തരത്തിലുള്ള പ്രോട്ടോസോവൻസിന്റെ പേരുകൾ എ കോളത്തിനകത്ത് കാണാം. ദെൻ ബി കോളം വി ഹാവ് പാരമീസിയം, പ്ലാസ്മോഡിയം, എൻഡമീബ, ട്രിപ്പനോസോമ. അപ്പോൾ റെപ്രസെന്റേറ്റീവ് മെമ്പേഴ്സിന്റെ പേരാണ്. അപ്പോൾ വിൽ മാച്ച് ഇറ്റ്. അമീബോയിഡ് പ്രോട്ടോസോവൻസിന് മാച്ച് ആയിട്ട് വരുന്നത് എൻഡമീബ തന്നെയാണ്. ഓക്കെ, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കുന്നതാണ്. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവനെ ട്രിപ്പനോസോമയായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ താഴെ പാരമീസിയം, ദെൻ സ്പോറോസോവൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ്. അപ്പം നമ്മളുടെ മാച്ച് നമ്മൾ നോക്കാം. അടുത്തത് വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പം ഇവിടെ ക്ലാസ് ഓഫ് ഫംഗൈ എ കോളത്തിൽ, ബി കോളത്തിൽ അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഫൈക്കോമൈസീറ്റസ്, ആസ്കോമൈസീറ്റസ്, ബസിഡിയോമൈസീറ്റസ് ആൻഡ് ഡ്യൂട്ടിറോമൈസീറ്റസ്. അതിൽ ഫൈക്കോമൈസീറ്റസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വി ഹാവ് ആർ റൈസോപ്പസ്. ഓക്കെ, ബ്രെഡ് മോൾഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാ. ആസ്കോമൈസീറ്റസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പെൻസീലിയം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ എക്സാമ്പിൾ. ബസിഡിയോമൈസീറ്റസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മഷ്റൂം അഗാരിക്കസ് വി ഹാവ്, പ്ലസ് ഡ്യൂട്ടിറോമൈസീറ്റസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓൾട്ടർനേറിയൻ. ഇനി ഗിവ് വൺ വേർഡ്. ഇതിനകത്ത് വാം ബ്ലഡഡ് എനിമൽസ്. അപ്പം നമ്മുടെ 3rd ചാപ്റ്റർ എനിമൽ കിങ്ഡത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. വാം ബ്ലഡഡ് എനിമൽസ്. ദെൻ ദ ബോഡി സർഫേസ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ഡ് ഇൻ ടു സെഗ്മെന്റ്സ്. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ദെൻ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. അപ്പം ഇതിനകത്തെല്ലാം 1 വേർഡ് ആണ്. നമ്മളിത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗിവ് 1 വേർഡ് എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തൊക്കെ 1 വേർഡ്. വാം ബ്ലഡഡ് എനിമൽസ്. വാം ബ്ലഡഡ് എനിമൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഹോമോ അയോതേർമസ്. ഓക്കെ, ഹോമോ അയോതേർമസ് ഓർ ഹോമിയോതേർമി അല്ലെങ്കിൽ ഹോമിയോതേർമസ് നമ്മൾ വിളിക്കും. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി ദ ബോഡി സർഫേസ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെന്റ്സ്. മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണത്. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, ബയോലുമിനിസെൻസ്. നമ്മൾ ഫയർഫ്ലൈ എന്നൊക്കെ വിളിക്കും. ഓക്കെ, നമ്മൾ മിന്നാമിന്നി അതുപോലെ പല എനിമൽസിനുണ്ട് അത്തരത്തിലുള്ള പ്രോപ്പർട്ടി. ബയോലുമിനിസെൻസ് നമ്മൾ വെള്ളത്തിലും കാണും. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഏതോ മൂവിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെള്ളത്തിൽ ലൈറ്റ് വരുന്ന ഒരു പ്രതിഭാസമൊക്കെ. അത് ആക്ച്വലി ബയോലുമിനിസെൻസ് കാണിക്കുന്ന മെമ്പേഴ്സിന്റെ എണ്ണം കൂടി അവരൊക്കെ ലൈറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇനി സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഓക്കെ, സെക്സ് ആർ നോട്ട് സെപ്പറേറ്റിനെ നമ്മൾ ഹെർമാപ്രൊഡൈറ്റിസം എന്നാണ് വിളിക്കുക. ഹെർമാപ്രൊഡൈറ്റിസം.
അതായത് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ ഇല്ല, രണ്ടും ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം റാഡ്യുല, സൈക്കൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈഡ്ര, ഓസ്ക്യുലം, ഇക്വാസ്, ഹൈപ്പോസ്റ്റോം, ലോലിഗോ. അപ്പം നമ്മളിത് മാച്ച് ചെയ്യണം. റാഡ്യുല എന്ന് പറയുന്നത് ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ദാറ്റ് യു ക്യാൻ സീൻ മൊള്ളുസ്ക. മൊള്ളുസ്കയുടെ ബക്കൽ ക്യാവിറ്റിയുടെ അകത്ത് കാണുന്ന നമ്മുടെ ടീത്തിന് പകരം പോലെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് റാഡ്യുല. അപ്പം ഇതിൽ മൊള്ളുസ്കേനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെമ്പർ എന്ന് പറയുന്നത് ലോലിഗോ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇയർ പിന്ന. ഓക്കെ, നമ്മൾ ചെവിയുടെ ഈ ഭാഗത്തിനെയാണ് ഇയർ പിന്ന എന്ന് വിളിക്കുക. ഇതിനകത്ത് പിന്നെ കാണുന്നത് നമ്മൾ മാമൽസിലാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇക്വാസ്, ഹോഴ്സ് ഉണ്ട്. ഓസ്കുലം എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്, സിംഗിൾ ലാർജ് ഓപ്പണിംഗ് അറ്റ് ദ ടിപ്പ്, അറ്റ് ദി ടോപ്പ് ഓഫ് ആൻ ഓർഗാനിസം. അത് സൈക്കൺ, നമ്മൾ സ്പോഞ്ചസിലാണ് കണ്ടത്. ദെൻ ഹൈപ്പോസ്റ്റോം, സംതിങ് ലൈക്ക് മൗത്തിന് താഴെ കാണുന്ന ഒരു എലിവേറ്റഡ് പോർഷൻ. അത് കാണുന്നത് നിഡേറിയയിലാണ്. അപ്പൊ നിഡേറിയനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഹൈഡ്രയാണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ സിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഇമേജും കൂടിയാണ്. ഇതിനകത്ത് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ സിമെട്രി ഏതാണെന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏത് സിമെട്രിയാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാന്ന് നോക്കാം. ഇതിനകത്ത് ബെറ്റർ ഇറ്റ് ഈസ് ബയലാട്രൽ സിമെട്രി അല്ലെ, ബയലാട്രൽ സിമെട്രിയാണ് ഇവിടെ സ്യൂട്ടഡ് ആവുക. ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ കൂടെ തന്നെ നമ്മളത് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വേണമെങ്കിൽ നമുക്ക് ഈവൻ റേഡിയൽ സിമെട്രി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റേഡിയൽ സിമെട്രി വേണമെങ്കിൽ ആവാം. ബിക്കോസ് എനി പ്ലെയിൻ അവരത് കാണിച്ചിട്ടുണ്ട്, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ സെന്റർ ഇറ്റ് കട്ട്സ് ദാറ്റ് ബോഡി ഇൻ ടു 2 ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കോഴ്സ്. അപ്പം നമുക്കത് അതിനകത്ത് ഈവൻ റേഡിയൽ സിമെട്രി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അത് റേഡിയൽ സിമെട്രി ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓഫ് കോഴ്സ് വി ഹാവ് 3 ഫൈല. എക്കൈനോഡെർമാറ്റി ഉണ്ട്, ഒപ്പം തന്നെ നിഡേറിയും ടീനോഫോറയും ഉണ്ട്. അപ്പം അത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ റേഡിയൽ സിമെട്രി ആയിട്ട് എടുത്താൽ മതി. ഈ ഒരു ഇമേജ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് വൺ വി ഹാവ് ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇതിനകത്ത് താഴോട്ട് ടെൻഡക്കിൾസ് ഉള്ള മെഡുസയും മുകളിലോട്ട് ടെൻഡക്കിൾസ് വരുന്ന പോളിപ് സ്റ്റേജും. അപ്പം നിങ്ങൾ നിഡേറിയയിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 ഇമേജുകളാണ്. ആദ്യത്തെ മെഡുസ സ്റ്റേജ് ആണ്, അവിടെ ടെൻഡക്കിൾസ് കാണുന്നത് താഴോട്ടാണ്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് പോളിപ് സ്റ്റേജ് ആണ്, ടെൻഡക്കിൾസ് മുകളിലോട്ടായിട്ട് നിൽക്കുന്നു. അത് ഓർത്തിരിക്കാം. ഐഡന്റിഫൈ ഈച്ച് ഫൈലം ഫ്രം ദി ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ. കോംപ്ലേറ്റ്സ് ആർ ദി ലോക്കോമോട്ടറി ഓർഗൻസ്. അത് ടീനോഫോറയിലാണ് നമ്മൾ കണ്ടത്. ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, പോളിപ് സ്റ്റേജും മെഡിസിൻ സ്റ്റേജും തമ്മിലുള്ള ഓൾട്ടർനേഷൻ അത് നമ്മൾ കണ്ടത് നമ്മളുടെ നിഡേറിയയിലാണ്. പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ശ്രദ്ധിക്കണേ, വാട്ടർ കനാൽ സിസ്റ്റം ആണെങ്കിൽ അത് സ്പോഞ്ചസ് പോറിഫെറയിലും, വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണെങ്കിൽ അത് എക്കൈനോഡെർമാറ്റയിലുമാണ്. ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ആ കണ്ടീഷൻ നമ്മൾ കണ്ടത് ഹെമികോഡേറ്റയിലാണ്. ഇനി നോക്കിയേ, ജീനസ് നെയിമും കോമൺ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പം ജീനസ് നെയിം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോമൺ നെയിം നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇനി കോമൺ നെയിമാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ജീനസ് നെയിം നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പം ആദ്യത്തെ ഉച്ചറേറിയ എന്നാണ്. അപ്പം അതിന്റെ കോമൺ നെയിം ഫൈലേറിയൽ നെയിം, റൈറ്റ്, ഫൈലേറിയൽ വേം എന്നാണ് അതിന്റെ കോമൺ നെയിം. മന്ത്, എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലാരിയാസിസ് ഉണ്ടാക്കുന്ന ഫൈലേറിയൽ വേം. ഇനി ഇവിടെ സിൽക്ക് വേം എന്ന് കൊടുത്തിട്ടുണ്ട് കോമൺ നെയിമിന്റെ താഴെ. അപ്പം അതിന്റെ സയന്റിഫിക് നെയിമാണ് കണ്ടെത്തേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബോംബിക്സ്, ടെക്സ്റ്റ് ബുക്കിൽ ആർത്രോപോഡയുടെ താഴെ കാണാം. ഇനി ഇവിടെ ജീനസ് നെയിം ഫെറിറ്റിമ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫെറിറ്റിമയുടെ കോമൺ നെയിം, ലോക്കൽ നെയിം എർത്ത് വേം എന്നാണ്, നമ്മുടെ മണ്ണീരയാണത്. ഇനി ഹണിബിയുടെ സയന്റിഫിക് നെയിം ഏപ്പിസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ആർത്രോപോഡയുടെ താഴെ തന്നെയാണ് വരുന്നത്. ഇനി നോക്കുക, ദ എനിമൽ വിച്ച് ഹാസ് വേം ലൈക്ക് ബോഡി ആൻഡ് എ റുഡിമെന്ററി സ്റ്റോമോകോഡ് ഇൻ ഇറ്റ്സ് കോളർ റീജിയൻ. അപ്പോൾ ഈ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും തള്ളി നിൽക്കുന്ന ഒരു ഡൈവേർട്ടിക്കൽ, ഒരു ബ്രാഞ്ചാണ്. നമ്മൾ അതിനെ മുൻപ് നോട്ടോകോഡായി തെറ്റിദ്ധരിച്ച് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് എനിമൽസിനെ ഫൈലം കോഡേറ്റയുടെ താഴെയായിരുന്നു ആദ്യം ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇപ്പം നമുക്കറിയാം അത് നോട്ടോകോഡ് അല്ല, അത് സ്റ്റോമോകോഡാണ്. അതായത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും വരുന്ന ഒരു ബ്രാഞ്ച്. അപ്പം ഈ ഒരു കണ്ടീഷൻ കാണുന്നത് ഹെമികോഡേറ്റയിലാണ്. ഇനി റൈറ്റ് എനി 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം. അപ്പം അതിൻ്റെ 2 സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഷോർ യു ജസ്റ്റ് ടേക്ക് വേം ലൈക്ക് ബോഡിയാണ്. പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്, അങ്ങനെ ബോഡി പാർട്സ് ഉണ്ട്. പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്, എക്സ്ക്രീറ്ററി ഓർഗൻ. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അവർ എക്സ്ക്ലൂസീവ്ലി മറീനാണ്. ഓക്കെ, ഈ എല്ലാ ഫീച്ചേഴ്സും, എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ അതെന്തും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ചിൽഡ്രൻ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയണത് നമ്മളുടെ ഒബ്സർവ് ദ
picture and answer the question. Identify the picture. How does this structure help the organism? അപ്പോൾ നീഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ലിന്റെ സ്ട്രക്ചർ ആണ്. നീഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫൈലം നിഡേറിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. ഫോർ ആങ്കറേജ്, ഫോർ ഒഫൻസ് ആൻഡ് ഡിഫെൻസ്, റൈറ്റ്, ഫോർ അറ്റാച്ച്മെന്റ് ഓൺ സം സബ്സ്ട്രാക്ടം, എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഫോർ ഗ്യാദറിംഗ് ഓഫ് ഫുഡ്, എല്ലാത്തിനും ഈ നീഡോബ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് രണ്ട് ഫിഷസിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷാർക്കാണ്, ഒന്നൊരു ബോണി ഫിഷുമാണ്. അപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഗർ എ ആൻഡ് ഫിഗർ ബി ഷോസ് ദി ഫിഷസ് ഓഫ് ടു ഡിഫറെന്റ് ക്ലാസ്സസ്, ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓസ്റ്റിക്തൈ ആണ്, ആദ്യത്തെ കോൺട്രിക്തൈസ് ആണ്, രണ്ടാമത്തെ ഓസ്റ്റിക്തൈസുമാണ്. അപ്പം ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ കോൺട്രിക്തൈ ഷാർക്കിലാണെങ്കിൽ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റനും, ഓസ്റ്റിക്തൈസിൽ അത് ബോണി എൻഡോസ്കെലിറ്റനുമാണ്. ഇനി നിങ്ങളിവിടെ വെൻട്രൽ മൗത്ത് കാണാം ഷാർക്കിൽ, കോൺട്രിക്തൈസിൽ അവിടെ അത് ടെർമിനൽ മൗത്ത് ആണെന്ന് ഓർക്കുക. ഇനി ഇവിടെ നമ്മൾ ഷാർക്കിനെ എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ജസ്റ്റ് ടേക്ക് അവർക്ക് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, അതായത് കോൺട്രിക്തൈസിൽ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, ഓസ്റ്റിക്തൈസിൽ അതുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എടുക്കുകയാണെങ്കിൽ ഇവർ എക്സ്ക്ലൂസീവ്ലി മറീൻ ആണ്. കോൺട്രിക്തൈസ് അവിടെ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറീൻ ഫോംസ് ഉണ്ട്. പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ് കോൺട്രിക്തൈസിൽ കാണാം, എന്നാൽ ഓസ്റ്റിക്തൈസിൽ ഗാനോയിഡ്, സൈക്ലോയിഡ്, അങ്ങനെ പലതരത്തിലുള്ള സ്കെയിൽസ് ഉണ്ട്. ഇനി കോൺട്രിക്തൈസിലാണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ബിക്കോസ് ഓഫ് ക്ലാസ്പർ. ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ക്ലാസ്പർ എന്ന് പറഞ്ഞ കോപ്പുലേറ്ററി ഓർഗനും ഉണ്ട്. ഓസ്റ്റിക്തൈസിൽ ക്ലാസ്പർ ഇല്ല, അവിടെ അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെന്ന് ഓർത്തിരിക്കാം. കുറേ ഡിഫറൻസുകൾ ഉണ്ട്, ഏതെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചിരിക്കുക. മാച്ച് ദി കോളം എ വിത്ത് കോളം ബി. കോളം എ പ്ലാറ്റി ഹെൽമിന്തിയുടെ, അനലിഡ, ആർത്രോപോഡ, മുള്ളുസ്ക ഫൈലത്തിന്റെ പേരുകളാണ്. ബിയിലാണെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇപ്പോൾ പ്ലാറ്റി ഹെൽമിന്തിടേക്ക് ഫ്ലെയിം സെൽ നല്ല മാച്ചാണ്. അനിലിഡ അവിടെ എക്സ്ക്രീറ്ററി ഓർഗൻ എഫ്രീഡി ഉണ്ട്. ആർത്രോപോഡയിലാവുമ്പം മാൽപീജിയൻ ട്യൂബ്യൂള് എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. മുള്ളുസ്കയിൽ ഫെദർ ഗിൽ, അത് എക്സ്ക്രീറ്ററി കം റെസ്പിറേറ്ററി ഓർഗൻ ആണ്. നമ്മൾ ഈ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ക്ലാസിഫിക്കേഷൻ നമ്മളുടെ ക്രൈറ്റീരിയ അനുസരിച്ച്, ക്രൈറ്റീരിയ ഫോർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എനിമൽസ് ആ ഭാഗത്താണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സമ്മറിയാണിത്. ഇപ്പോൾ സെല്ലാർ ലെവലിന് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സാമ്പിളായിട്ട് പോറിഫെറ കൊടുത്തിട്ടുണ്ട്. ഇനി റേഡിയൽ സിമെട്രി വരുന്നു, അറ്റ് ദ സെയിം ടൈം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പം അതിനകത്ത് സിലൻഡ്രേറ്റിയും ടീനോഫോറയാണ് വരുന്നത്. ഇനി അപ്പം നമ്മളിവിടെ അടുത്തതായിട്ട് സിമെട്രി, എ എന്ന് പറയുന്നത് സിമെട്രിയാണ്, റേഡിയൽ സിമെട്രി. ബി ഇറ്റ് ഈസ് ബയലാട്രൽ സിമെട്രി. ഡി നമുക്ക് കിട്ടി ടീനോഫോറയാണ്. ഇനി സി വിത്തൗട്ട് സീലോം എന്ന് പറയുമ്പം ആഷൽ മിന്തിര. വിത്തൗട്ട് സീലോം എന്ന് പറയുമ്പം ട്രൂ സീലോം, ഓക്കെ, അതാണ് ആഷൽ മിന്തിര. അത് സ്യൂഡോ സീലോമാണ്. ശരിക്കും ഇവിടെ നമ്മൾ വിത്തൗട്ട് സീലോം എന്ന് പറയുമ്പോൾ അവിടെ പ്ലാറ്റി ഹെൽമിന്തയുടെയാണ് വരേണ്ടിയിരുന്നത്. പിന്നെ സി എന്ന് പറയുന്നത് സ്യൂഡോ സീലോം, അപ്പം അത് ആഷൽ മിന്തിയുടെയാണ് വരേണ്ടിയിരുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. ഇനി വിത്ത് ട്രൂ സീലോം ആനലിഡ, ആർത്രോപോഡ, മുള്ളുസ്ക, എക്കനോഡെർമാറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. അപ്പോൾ ഇ എന്ന് പറയുന്നത് മുള്ളുസ്കിയും എഫ് എന്ന് പറയുന്നത് ഹെമികോഡേറ്റയാണ്. അപ്പം വിത്തൗട്ട് സീലോം എന്ന് നമ്മളിവിടെ കാണാം പ്ലാറ്റി ഹെൽമിന്തയുടെയാണ് കേട്ടോ മക്കളെ. അതുപോലെ സി സ്യൂഡോ സീലോമാണ്, അതിന് നേരെയാണ് ആഷൽ മിന്തിയുടെ വരേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണേ. നെക്സ്റ്റ് വൺ നമ്മുടെ വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ട് ഡിവിഷൻ അഗ്നാത്ത ആൻഡ് എ യു ഹാവ് ടു ഫിൽ ഇറ്റ്, ദാറ്റ് ഈസ് നാത്തോസ്റ്റൊമാറ്റ. നാത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ എന്നാണ് അർത്ഥം. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ മൗത്ത്, മൗത്തിന് ചുറ്റും ജോ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിൽ രണ്ട് സൂപ്പർ ക്ലാസ് ഉണ്ട്, പിസസും അതുപോലെ ടെട്രാപോഡ. അപ്പോൾ സി എന്ന് പറയുന്നത് ടെട്രാപോഡ. ഇനി ഇവിടെ അഗ്നാത്തയുടെ താഴെ വരുന്ന സിംഗിൾ ക്ലാസ്, ഓക്കെ, അത് സൈക്ലോസ്റ്റൊമാറ്റയാണ്. അപ്പോൾ ബി ഇറ്റ് ഈസ് സൈക്ലോസ്റ്റൊമാറ്റ. സി ഇറ്റ് ഈസ് ടെട്രാപോഡ. ഡി ഇതിൽ പിസസിൽ രണ്ട് ക്ലാസ്സുകളാണുള്ളത്, കോൺട്രിക്തൈസും ഓസ്റ്റിക്തൈസും. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഓസ്റ്റിക്തൈസ് ആണ്. ബാക്കിയെല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. Then all vertebrates are chordates, but all chordates are not vertebrates. Do you agree with this statement? Substantiate. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, ഓക്കെ, പക്ഷെ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കാരണം എല്ലാ വെർട്ടിബ്രേറ്റ്സിലും നോട്ടോകോഡ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് എംബ്രിയോണിക് സ്റ്റേജ്. എന്നാൽ എല്ലാ കോഡേറ്റ്സിലും വെർട്ടിബ്രൽ കോളം ഉണ്ടോ? ഇല്ല. ഓക്കെ, വെർട്ടിബ്രേറ്റിൽ മാത്രമേ അത് കാണുള്ളൂ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. നമ്മൾ ഫൈലം കോഡേറ്റയുടെ താഴെ വരുന്ന ഒരു എനിമലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്.
അപ്പം ഈ 5 ഫീച്ചേഴ്സ് ഇവരവിടെ ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നിങ്ങൾ പഠിക്കണം. ഐഡന്റിഫൈ ദ ഫൈലം, അത് ഫൈലം കോഡേറ്റ് ആണ്. നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എ, അത് നെർവ് കോഡ്, സിംഗിൾ ഹോളോ ഡോസൽ നോൺ ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡ്, അതാണ് എ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പോയിന്റ് ഔട്ട് ദി 3 ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫൈലം. അപ്പം 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പൊസഷൻ ഓഫ് നോട്ടോകോഡ് ഉണ്ട്, സിംഗിൾ ഹോളോ ഡോസൽ നോൺ ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡ്, പോസ്റ്റ് ആനൽ ടെയിൽ, ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, ദെൻ വെൻട്രൽ ഹാർട്ട്. ഇതിൽ ഏതെങ്കിലും 3 നിങ്ങൾ പഠിച്ചെഴുതാം. അടുത്തത് മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം ബി സി വിത്ത് എ. അപ്പോൾ എയിൽ ഫൈലം അല്ലെങ്കിൽ ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിസസ് ഉണ്ട്. അപ്പം അതിനകത്ത് വരുന്നത് സ്കോളിയോഡോൺ. ഓക്കെ, അത് നമ്മൾ മാച്ച് ചെയ്യണം. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ നിങ്ങൾ എടുത്തേ. പ്രസൻസ് ഓഫ് 2 ചേംബേർഡ് ഹാർട്ട്. മമേലിയ വി ഹാവ് ഫെലിസ്. ഓക്കെ, ഫെലിസ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടിട്ടുള്ളതാണ്, പൂച്ച. വി ഹാവ് അതിൻ്റെ ഏതെങ്കിലും പ്രസൻസ് ഓഫ് ഹെയർ, ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ആർത്രോപോഡ വി ഹാവ് ഈഡിസ് മോസ്കിറ്റോ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് മാച്ചിങ് ആയിട്ടുള്ളത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇനി ഇവിടെ 4ാമത്തെ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുകയാണ്, അത് അനലിഡി ആയിരിക്കണം. ബിക്കോസ് ലീച്ച് കൊടുത്തിട്ടുണ്ട്, പ്രസൻസ് ഓഫ് നെഫ്രീഡിയും ഉണ്ട്. ഇനി അടുത്ത് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഫൈല ഓർ ക്ലാസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഫൈലം ഓർ ക്ലാസ് ആൻഡ് ഗിവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. ബോഡി ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ്. ഹാർട്ട് ഈസ് 3 or 4 chambered. They respire through lungs. അപ്പോൾ ബോഡി ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ്, ഹാർട്ട് ഈസ് 3 or 4 chambered. ഇപ്പോൾ സാധാരണയായിട്ട് അത് റെപ്റ്റീലിയയിലാണ് നമ്മൾ ആ കണ്ടീഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തത് ദർ എക്സ്ക്ലൂസീവ്ലി മറീൻ, കോമൺലി കോൾ സി വാൾനട്ട് ആൻഡ് ഷോ ബയോലുമിനിസൻസ്. ഇത് ടീനോഫോറയെ കുറിച്ചിട്ടുള്ളതാണ്. ടീനോഫോറയാണ് അതിൻ്റെ ആൻസർ. ബോഡീസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊബോസിസ്, 3ാമത്തെയാണ്. ബോഡീസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ്. അത് ഹെമികോഡേറ്റയെ കുറിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് എനിമൽ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മോയിസ്റ്റ് സ്കിൻ, ഹുക്സ് ആൻഡ് സക്കേഴ്സ്, ന്യൂമാറ്റിക് ബോൺസ്, ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിൻ, മെറ്റാമറിസം. സെലക്ട് ദ ഫിഗർ. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്, ഫ്ലൈറ്റ് ദി ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ സെലക്ട് ദി ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് വി ഹാവ് ഓഫ് കോഴ്സ് ന്യൂമാറ്റിക് ബോൺസ്. ഓക്കെ, ആൻഡ് ഓൾസോ ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിൻ. അത് രണ്ടുമാണ് അവിടെ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് ആയിട്ട് കാണുന്നത്. സെലക്ട് ദി ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിൻ അത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. നത്തിങ് എൽസ് വി ഹാവ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം 1 with 2. കോൾ ബ്ലഡഡ് എനിമൽ. ഇപ്പം ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് കോൾ ബ്ലഡഡ് എനിമൽ എന്ന് പറയുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. വി ഹാവ് ഷാർക്ക് ഉണ്ട്, വി ഹാവ് ഓഫ് കോഴ്സ് എർത്ത് വേം ഉണ്ട്, ലോട്ട്സ് ഓഫ് മെമ്പേഴ്സ് ആർ ദർ. പക്ഷെ നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് ഷാർക്ക് എടുക്കാം നമുക്ക് ഫോർ ദ ടൈം ബീങ്. ലിവിങ് ഫോസിൽ ലിമുലസ്. Egg laying mammal, it is platypus. Water vascular system in sea cucumber. ഓക്കെ, ഏറ്റവും നല്ല മാച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, അപ്പം ഇതോടുകൂടി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവാം. ഇത് മാത്രമല്ല ചോദിക്കുക, നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.